സായി, അതുപോലെ അമ്പലപ്പുഴയും തളിപ്പറമ്പും ഒഴിച്ചിട്ടിരിക്കുകയാണ്. പിന്തുണ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നത് അത് തളിപ്പറമ്പിലാണ്, പയ്യന്നൂരിലാണ്, ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ കാര്യത്തിലാണ്. 3 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. 3ഇടത്തും വിസ്മയ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകുകയാണ്. ജി സുധാകരന് പിന്തുണ നൽകുന്നു. അതുപോലെ തന്നെ പയ്യന്നൂരിൽ വിസ്മയ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പിൽ, അങ്ങനെ 3ഇടത്ത് കോൺഗ്രസ് വിസ്മയ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നത്. 95 സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചത്. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നു. 92 സീറ്റിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്നു. അപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി കോൺഗ്രസിനെ പരിഹരിക്കാനുള്ള പ്രശ്നം എന്നത് പൊട്ടിത്തെറികൾ തീർക്കുക എന്നുള്ളതാണ്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു. 3ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, അതുപോലെ PK ശശി എന്നിവർക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനം കൂടി വ്യക്തമാകുമ്പോഴാണ് 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുന്നത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി മത്സരത്തിനില്ല. അവിടെ മനോജ് മൂത്തേടമാണ് സ്ഥാനാർത്ഥി എന്നതുകൂടി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുപോലെ കണ്ണൂരിൽ K സുധാകരന് സീറ്റില്ല. കോന്നിയിൽ അടൂർ പ്രകാശിനും സീറ്റില്ല. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് നടപ്പിലാക്കിയിരിക്കുന്നു എന്നത് പ്രധാനമാണ്. റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചെടുത്തേക്ക് ഹൈക്കമാൻഡ് വരികയാണ്. MP-മാർക്ക് സീറ്റില്ല. കലാപക്കൊടി ഉയർത്തി ആരെയും പരിഗണിച്ചിട്ടില്ല. മാധു, കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനി K സുധാകരനാണ്. K സുധാകരൻ കടുത്ത വാശി പിടിച്ച് വിപ്ലവം ഉണ്ടാക്കാൻ ദില്ലിയിൽ ക്യാമ്പ് ചെയ്തെങ്കിലും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായ നിലപാടെടുത്തു. K സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, കണ്ണൂരിൽ പ്രഖ്യാപിച്ച TO മോഹനൻ K സുധാകരനുമായി നേരത്തെ തന്നെ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കോൺഗ്രസിലെ നേതാവ് കൂടിയാണ്. K സുധാകരന്റെ വാക്ക് പോലും പരിഗണിക്കാതെയാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച പാർട്ടിക്കകത്ത് ഏതു തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. പക്ഷേ പാർട്ടിക്ക് വിധേയനാകാൻ K സുധാകരൻ തീരുമാനിച്ചു എന്നാണ് ദില്ലിയിൽ പറഞ്ഞത്. K സുധാകരൻ ഇപ്പോൾ യാത്രയിലാണ്. ഏതാണ്ട് അർദ്ധരാത്രി കഴിയുമ്പോഴത്തേക്ക് കണ്ണൂരിലെത്തും. നാളെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി തുടർ തീരുമാനങ്ങളിലേക്ക് പോകും. ഏതായാലും K സുധാകരൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതേസമയം എൽദോസ് കുന്നപ്പള്ളി ഉയർത്തുന്ന ഒരു വിമത ഭീഷണിയുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പല ജില്ലകളിലും പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒഴിവാക്കപ്പെട്ട നേതാക്കളുണ്ട്. അതിൽ പ്രധാനിയാണ് മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ പാലോട് രവി. തിരുവനന്തപുരത്ത് ഒഴിവാക്കപ്പെട്ടു. അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷം കാട്ടാക്കടയിൽ മത്സരിച്ച മലയൻകീഴ് വേണുഗോപാലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട നിരവധി പേരുണ്ട്. അവരൊക്കെ ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. അവർ ഏതെങ്കിലും തരത്തിൽ വിമത ശബ്ദം ഉയർത്തുമോ എന്നറിയില്ല. ഇപ്പോൾ നാളെ നേമത്ത് പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ NS നസൂർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്താണ് വാർത്താ സമ്മേളനത്തിന്റെ പിന്നിലെന്ന സൂചന പോലുമില്ല. ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ആരോപണം ഉയർത്തുന്നതാണോ എന്ന് വ്യക്തമല്ല. അങ്ങനെ ചില വിമത ശബ്ദങ്ങൾ പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പുറത്തു വന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറെ ദിവസം കാത്തിരുന്ന കോൺഗ്രസിന്റെ ഒരു പട്ടിക പുറത്തു വരുമ്പോൾ ഇനി എന്തെങ്കിലും ഒന്നും സാധ്യമാകില്ല എന്നത് കൂടി വ്യക്തമാണല്ലോ. ഇനിയുള്ള ആകെ സാധ്യത പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. ആ നിലയിലേക്ക് പോകുമോ? സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി ഏറെക്കുറെ സൂചനകൾ നൽകി കഴിഞ്ഞു. മാധു, ഇതിൽ എല്ലാവരും സ്വതന്ത്രരായി മത്സരിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി വിടാനുള്ള സാധ്യതയില്ല. പക്ഷേ അവർ പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺഗ്രസിന്റെ പൊതുരീതി അങ്ങനെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവും. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ശക്തമായ താക്കീത് നൽകും. പിന്നീട് അവർ സംസാരിക്കില്ല. കാരണം കോൺഗ്രസിൽ പരസ്യമായ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ അങ്ങനെ അച്ചടക്ക നടപടി എടുക്കുന്നത് പതിവല്ല. അതുകൊണ്ട് പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ചില നേതാക്കൾ ഒരുപക്ഷെ സജീവ പ്രവർത്തനം വിട്ടുനിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് പല ജില്ലകളിൽ ഇപ്പോൾ തന്നെ പ്രകടമാണ്. കോഴിക്കോട് മേഖലയിലൊക്കെ പലരും അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നാളത്തെ പകലറിയാം എവിടെയൊക്കെയാണ് വിമത ശബ്ദം ഉയരുന്നത്, ആരൊക്കെ രാജിക്കത്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനും KPC അധ്യക്ഷനും കൈമാറുന്നു എന്നൊക്കെ അറിയാം. കാരണം സീറ്റ് മോഹികളായ ഒട്ടേറെ നേതാക്കളുണ്ട്. അവരിൽ പലരും അവഗണിക്കപ്പെട്ടു. അതിൽ സീറ്റ് മോഹികളായ നേതാക്കൾ ഇപ്പോൾ KSU സംസ്ഥാന അധ്യക്ഷന് സീറ്റില്ല. അതേസമയം തന്നെ KSUവിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷന് സീറ്റ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന KSU ജില്ലാ അധ്യക്ഷൻ. അതേപോലെ തന്നെ ബാലുശ്ശേരിയിൽ
KSUവിന്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനും സീറ്റ് നൽകിയിട്ടുണ്ട്. അതായത് അലോഷ്യസ് സേവ്യർ KSUവിന് പരിഗണന നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഇനി പറയാൻ കഴിയില്ല. തനിക്ക് പരിഗണന കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം അദ്ദേഹം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? മധു, അലോഷ്യസ് സേവ്യർ ആദ്യഘട്ടത്തിൽ രാജിക്കത്തൊക്കെ നൽകി. പിന്നീട് KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് രാജിക്കത്തിൽ പിന്മാറിയതാണ്. ഒരുപക്ഷെ സീറ്റ് പ്രതീക്ഷയുണ്ടാവാം, സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് അലോഷ്യസ് സേവ്യറുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അലോഷ്യസ് സേവ്യർ CPM-ലേക്ക് പോകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് KC വേണുഗോപാൽ ഇടപെട്ട് അനുനയിപ്പിച്ചത്. ഏതായാലും ഇനി അലോഷ്യസ് സേവ്യർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അതേസമയം തന്നെ മറ്റു പലയിടങ്ങളിൽ ഇപ്പോൾ ആറന്മുളയിൽ പ്രതിഷേധം ഉയർത്തിയവരുണ്ട്, അവരെയൊക്കെ അനുനയിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ പലയിടങ്ങളിലും, അത് റാന്നിയിലും മറ്റ് പലയിടങ്ങളിലും അത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീനാങ്കൽ കുമാറിനെതിരെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ച മീനാങ്കൽ കുമാർ നേരത്തെ CPI നേതാവായിരുന്നു. CPI വിട്ട് കോൺഗ്രസിലെത്തിയതാണ്. മീനാങ്കൽ കുമാറിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പരസ്യ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ്. മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. അവിടെ ഒരുപക്ഷെ ഭിന്നാഭിപ്രായങ്ങളും വിമത സ്വരങ്ങളും പരസ്യമായി ഉയരും. ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയാക്കിയ രമ്യ ഹരിദാസിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പാർട്ടി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും ഇതിൽ പ്രധാനപ്പെട്ട അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ നാളെ എന്ത് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ വിമത ശബ്ദം ഉയരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ വിമത ശബ്ദം ഉയർത്തിയാൽ പിന്നീട് പാർട്ടിയിൽ എന്തെങ്കിലും പദവി ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിമത ശബ്ദങ്ങൾ താരതമ്യേന കുറവാണ്. ഇപ്പോൾ കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി സീറ്റ് പ്രതീക്ഷിച്ചതാണ്. റിജിൽ മാക്കുറ്റിയെ പരിഗണിക്കപ്പെട്ടില്ല.